സുഹൃത്തുക്കളെ, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം ഈ മോഡേൺ അലൂമിനിയം എന്ന ഇവരുടെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിൽ നിന്നാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. ആ ലിങ്കിൽ നോക്കിയിട്ട് ഞാൻ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു, ചാനലിനെ കാണുകയും അവിടെ പോയി കണ്ടു, അവരുടെ വർക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല തിരക്കാണ്, ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മളോട് ആ ഒരു ആത്മാർത്ഥത കാണിക്കുകയും ആ ആത്മാർത്ഥതയോടുകൂടി തന്നെ വന്ന് ആ ടൈം ഫ്രെയിമിൽ നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യുകയും ചെയ്തു തന്നു. വളരെ നല്ല വർക്കാണ്. നിങ്ങൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫേമാണ്. എല്ലാ ഭാവങ്ങളും എൻ്റെ സൈഡിൽ നിന്നും ഞാൻ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഹായ് ഫ്രണ്ട്സ്, മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പുതിയ വർക്ക് കായംകുളത്താണ്. കായംകുളത്ത് ചാരമ്മൂട് ചൂനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത് ഇക്ബാൽ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരൻ സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട്, അപ്പം ഇക്ബാൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിൽ വരികയും ഷോപ്പിൽ വന്നിട്ട് ഇതേപോലെ വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം സംസാരിച്ചു. അപ്പോൾ ഞങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഈ ഇക്ബാൽ ചേട്ടൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇതേപോലെ അവിടെ വന്ന് വർക്ക് ചെയ്യണം, നല്ലതായിട്ട് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റീരിയലിൻ്റെ കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി അളവൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിലെ പുതിയൊരു അതിഥിയും കൂടെ വരുവാണ്. നമ്മുടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്, അങ്കദ്. പുള്ളി UP-കാരനാണ്. അപ്പം ഇന്ന് നമ്മുടെ ഈ വർക്കിൻ്റെ കൂടെ പുള്ളി ഇന്ന് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ക്വാറൻറ്റൈനെ കഴിഞ്ഞിട്ട് പുള്ളി ഇനി മുതൽ നമ്മുടെ വീഡിയോയിലെല്ലാം പുള്ളിക്കാരനും കൂടെ കാണും. UP-കാരനാണ്. നല്ല വർക്കാണ്, നല്ല ആത്മാർത്ഥതയുള്ള വർക്കറാണ്. അപ്പം പുള്ളി ഇന്ന് നമ്മുടെ വർക്കിൽ ഉണ്ടായിരിക്കും. പിന്നെ നേരെ നമുക്ക് സൈറ്റിലോട്ട് പോവാം. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഇക്ബാൽ ചേട്ടന് നാട്ടിൽ ഇല്ല. അപ്പം പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഈ വീടിൻ്റെ ഫുള്ള് മേൽനോട്ടവും. അൻസാരി, അതേപോലെ പുള്ളിക്കാരൻ്റെ 3-4 കൂട്ടുകാരന്മാരുണ്ട്, അവരുടെ മേൽനോട്ടത്തിലാണ് ഈ വീടിൻ്റെ ഫുള്ള് വർക്കും. ഇതാണ് അൻസാരി ചേട്ടൻ്റെ വീട്. പുള്ളിക്കാരനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞ് നമ്മളെ അടുത്ത് വന്ന്, ഇവിടുന്ന് കായംകുളത്തുനിന്ന് അവിടെ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഇതേപോലെ ചെയ്യുന്ന കാര്യം, ചേട്ടൻ നാട്ടിലില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഇക്ബാൽ ചേട്ടൻ്റെ വീട്. ഇപ്പം വർക്ക് ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തറയോടിൻ്റെ വർക്കൊക്കെ നടന്നു. ബാക്കി ഏകദേശം ഫുള്ള് ഞങ്ങളുടെ കിച്ചൺ കബോർഡിൻ്റെ വർക്കും കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കൂടെ മാത്രമേ ഉള്ളായിരുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വർക്കാണ് കുറച്ച് ലേറ്റല്ല, ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് തീർത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോന്നിയിലെ വർക്കിൻ്റെ കുറേ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾക്കത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കിച്ചണ്. ഒരു ചെറിയ കിച്ചണാണ്, എന്നാലും എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്തൊരു കിച്ചണാണ്. ശരിക്കും കബോർഡെല്ലാം കൂടെ വന്ന് സെറ്റാക്കി വന്നപ്പോൾ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബോക്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്ക് നമുക്ക് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ശരിക്കും നമ്മളിതിൻ്റെ ബോക്സൊക്കെ ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ അഴിച്ചിട്ട് ഇതേപോലെ കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. ചെറിയൊരു വർക്കാണെങ്കിലും അത്യാവശ്യം എല്ലാവരും മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലെങ്തും ഒന്നുമില്ല. നമ്മൾ ഫുള്ള് സെറ്റിങ്, ഇതിൻ്റെ അകത്ത് ഫുള്ള് സെറ്റിങ്ങും മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സ് L ഷേപ്പാണ്. അതിൻ്റെ സെറ്റിങ് ഞങ്ങൾ L ഷേപ്പിൽ തന്നെ ചെയ്ത് അതുകൊണ്ട്
നേരത്തെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോ കൊണ്ട് ഒരു വുഡൻ ഫിനിഷ് കബോർഡിൻ്റെ ആ സെയിം പ്രോബ്ലം തന്നെ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭിത്തിയുടെ റൈറ്റ് ആംഗിൾ പ്രശ്നം. ഇത് നോർമലി കുറച്ച് വെളിയിലോട്ടാണ് ഇതിൻ്റെ ഭിത്തി വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. ശരിക്കും ഒരു ഉച്ചയോടെ തീരേണ്ട വർക്ക് ശരിക്കും വൈകുന്നേരം വരെ ആയി. ഞങ്ങൾ വേറെ ആംഗിളറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. നോർമലി വർക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു ഫോൾട്ടായിരുന്നു ഇതിൻ്റെ ഭിത്തി കറക്റ്റ് റൈറ്റ് ആംഗിളായിട്ട് ചെയ്യാത്തതുകൊണ്ടൊരു മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രെയിം കറക്റ്റ് രീതിയിൽ അപ്പോൾ സൂട്ടാവുന്നില്ലായിരുന്നു. ബാക്ക് സൈഡിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഒരു വെൽഡിങ്ങുകാരെ വിളിച്ചിട്ട് ഇതേപോലെ ആംഗിൾ വെച്ചിട്ടാണ് ഈ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ സൈഡ് പോർഷൻ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുക. ഒരുപാട് 2 ഇഞ്ചോളം ഗ്യാപ്പ് ശരിക്കും വന്നിട്ടുണ്ട്. അത് കറക്റ്റ് നോർമലി കണപ്പ് തിരിച്ചെടുക്കാത്തതുകൊണ്ട് ഭിത്തി കെട്ടാത്തതിൻ്റെ പ്രോബ്ലമാണ്. ഇതേപോലെ കണ്ടോ, ഒരു 2 ഇഞ്ച് വ്യത്യാസത്തോളം വന്നിട്ടുണ്ട് ഈ സൈഡിൽ, 2 സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ആംഗിളറയിൽ ഇതേപോലെ ആംഗിൾ വെച്ചിട്ടാണ് ശരിക്കും ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ലേറ്റായി ആ ബോക്സ് സെറ്റ് ചെയ്യാൻ. പിന്നുള്ളത് നമ്മുടെ ചെറിയ കിച്ചണിലാണ്. അവിടെ ഒരു 6 അടി വീതി 2 അടി ഹൈറ്റിലൊരു ബോക്സാണ്. അത് കറക്റ്റ് സൈസിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റി, നല്ല ഫിനിഷിങ്ങിൽ. നോർമലി അവിടെ ശരിക്കും ബോക്സൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ അടുത്തൊരു കബോർഡൂടെ ചെയ്ത് കൊടുത്താണ്. അവിടെ ശരിക്കൊരു ജനൽ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങൾ ഈ കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തത്. വേറെ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളായിരുന്നു. അപ്പോൾ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ആ ഒരു ബോക്സും അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബോട്ടം സൈഡിലെ ഫ്രെയിമോടൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഡോറും അതേപോലെ ഡ്രോയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതും മുഴുവനെ ഞങ്ങൾ അഴിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് റീഫിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെറ്റിംഗ് കൂടെ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടിഭാഗത്തെ ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അടിയിലെ ഫ്രെയിം പിന്നെ ഡ്രോയറുണ്ട്. അപ്പം അത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം സൈഡിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഇതേപോലെ ഹൈലം ഷീറ്റ് വെച്ചിട്ടാണ് അടിക്കുന്നതല്ല, അത് 3x1 സ്ക്വയർ തന്നെയാണ്. അത് ഞങ്ങൾ ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ട് ഫ്രെയിം കൂട്ടിയതിന് ശേഷം ഉറപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു മോഡൽ കിട്ടും, പുതിയ മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്നൊരു ഫീല്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതും എല്ലാ വീഡിയോയും പറയുന്ന തൊട്ട് നല്ല ഹെവി മെറ്റീരിയലാണ്. ഞങ്ങളോട് വന്നപ്പോൾ തന്നെ അനുസരിച്ചായിട്ട് സംസാരിച്ചത് ഏറ്റവും ടോപ്പായിട്ടുള്ള സാധനം മതി, നല്ല ക്വാളിറ്റി രീതിയിലുള്ള വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വർക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അപ്പം എല്ലാ വർക്കും ഞങ്ങൾ അതേപോലെ നല്ല ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വർക്കും ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രെയിം വർക്ക് ഏകദേശം മുഴുവനും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഡോറും ബാക്കി ഇനി ഒരു 2 ഡ്രോയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. നല്ല ഒരു വർക്കാണ്. ഇപ്പം നമ്മൾ റെഡും ബ്ലാക്കിലും എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് റെഡും ബ്ലാക്കിലും ഒരു കിച്ചൻ്റെ വർക്ക് ചെയ്യുന്നത്. അതും SPL എന്ന് പറയുന്ന കമ്പനിയാണ്. നല്ല ലീഫിൻ്റെ ഇതൊക്കെ ഉള്ളതാണ്. നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് നമ്മളൊരു ഓറഞ്ചും ബ്ലാക്കുമായിട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ 2 ഷീറ്റിൽ നമുക്ക് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കഴിയുമ്പോൾ കാണാം. നല്ലൊരു വർക്കാണ്. ശരിക്കും ചെറിയൊരു കിച്ചണാണെങ്കിലും നല്ല അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ നല്ല ലുക്കുണ്ടായിരുന്നു കാണാൻ. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഡ്രോയർ. സ്ലീക്കിൻ്റെയാണ്. എല്ലാ സൈറ്റിലും മിക്കവാറും ഉള്ള സൈറ്റിലെല്ലാം നമ്മൾ ഈ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുക ഒരു 3500 രൂപ മുതൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്. സ്ലീക്കിൻ്റെ അല്ല, നോർമലി കുറഞ്ഞ 304ൻ്റെ
ബാസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്ലീക്കിൻ്റെയാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതാണ് ഇന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുകളിലത്തെ നമുക്ക് ആ ബോക്സൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഒരുപാട് ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം തൂക്കി ബാക്കി ഫിനിഷിങ് വർക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോയറിൻ്റെ അവിടെ ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തോട്ടുള്ള ക്രോസ് പീസ് അതേപോലെ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ ടൈം എടുത്തു ഡ്രോയർ സെറ്റ് ചെയ്യാൻ. അങ്ങനെ ശരിക്കും ഞങ്ങൾ ഇവിടെ സൈറ്റിൽ വരാനായിട്ട് രാവിലെ ഒരു 7 മണിയായപ്പോഴാണ് ഞങ്ങളുടെ ഷോപ്പിൽ നിന്നല്ല, ഞങ്ങൾ രാത്രിയിൽ തന്നെ ഇത് മെറ്റീരിയലൊക്കെ വെച്ച് കെട്ടിയിട്ട് വെളുപ്പിനെ രാവിലെ 7 മണിക്കാണ് അവിടെ നിന്ന് വന്നത്. ഇവിടെ ഏകദേശം ഒരു 8-9 മണിയായപ്പോൾ ഞങ്ങൾ സൈറ്റിൽ വന്നു. അപ്പോൾ ചെറിയ വർക്കായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ചേറെ പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് രാത്രി ഒരു 7 മണിയോടായി ഇവിടുത്തെ വർക്ക് ഫുള്ള് ഫിനിഷിങ് ആകാൻ. അപ്പം ഇവിടുത്തെ ഡ്രോയർ സെറ്റിങ്ങും കഴിഞ്ഞ് ബാക്കി ഫിനിഷിങ് വർക്ക് കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വർക്ക് ഒരു സീലിംഗ് വർക്കാണ്. നമ്മൾ ഇതേവരെ നമ്മുടെ ചാനലിൽ കൂടി സീലിങ്ങിൻ്റെ വർക്കുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സീലിംഗ് സെറ്റ് ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുതിയതായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ പഠിക്കുന്നവർക്കും വീടുകളിൽ ഇതേപോലെ സീലിംഗ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 2 വാർഡ്രോബിൻ്റെ വർക്കുണ്ട്. അത് ശരിക്കും ഈ സെയിം ഷീറ്റ് തന്നെ വെച്ചിട്ടാണ്, ഒരു റെഡും ബ്ലാക്കും പിന്നെ ഒരു ഓറഞ്ചും ബ്ലാക്കും. അത് മുളക്കഴയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും ഒക്കെ ഇനി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രെയിം സെറ്റിങ്ങും ഡോർ സെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു ഡിസൈനാണ്. ലീഫ് ഒക്കെ വന്നിട്ടുള്ള ആ റെഡ് കളറിൽ ആ സെയിം പാറ്റേണിൽ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് അലുമിനിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോയുടെ ആദ്യം തന്നെ ഞങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്ന വർക്ക്. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ്. ശരിക്കും നമ്മൾ വീഡിയോ കാണുന്നതിലും ഭംഗിയായിട്ടാണ് അതുകൊണ്ട് നേരിട്ട് കാണാൻ. ഇവിടെ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഇതായതുകൊണ്ടാണ് അങ്ങനെ ഒരു കട്ടിങ് പോലെ ചെയ്തേക്കുന്നത്. ഒരു ചെറിയ കിച്ചനാണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞിനടുക്കള അപ്പുറമുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഓപ്ഷനൊന്നുമില്ല നമുക്കവിടെ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് അങ്ങനെ ജനലിൻ്റെ മുകളിലായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് മുഴുവനും അടച്ചു തുറന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആരും മറക്കണ്ട, സീലിംഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഇനി ഫുള്ളത് തുറന്നൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.